പ്രചോദനം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എന്നാൽ അച്ചടക്കം നിങ്ങളെ വളർത്തുന്നു. അച്ചടക്കം അഥവാ സെൽഫ് ഡിസിപ്ലിൻ എന്താണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്? എങ്ങനെയാണിത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിച്ചാലോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയം എങ്ങനെ വിജയിയാകാം എന്നായിരുന്നല്ലോ. ഒരു വിജയിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാന സ്വഭാവമായി തന്നെ വേണ്ടുന്ന ഘടകമാണ് അച്ചടക്കം. ചിട്ടപ്പെടുത്തിയ പെരുമാറ്റ രീതികളെ ഉദ്ദേശിച്ചാണ് സാധാരണയായി അച്ചടക്കം എന്ന പദം പ്രയോഗിക്കുന്നത്. അച്ചടക്കത്തെ നമ്മൾ സുഖകരമായ കാര്യമായിട്ടല്ല കണക്കാക്കാറ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നതും സന്തോഷം ഹനിക്കുന്നതുമാണെന്നാണ് അച്ചടക്കത്തെ പറ്റി നമ്മുടെ ധാരണ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വിജയത്തിൻ്റെയും അണിയറ ശില്പി വിജയുടെ ഉള്ളിലെ നിശ്ചയദാർഢ്യവും സ്വയം അച്ചടക്കവുമാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് വിജയവും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഏവർക്കും അറിയാവുന്ന കഥയാണ് ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിന്റെ കഥ. അവർക്കിടയിലെ വിജയെ കണ്ടെത്തുവാൻ ആമയും മുയലും നടത്തിയ ഓട്ട മത്സരമാണ് കഥാസന്ദർഭം. താൻ വേഗതയുള്ളവനാണെന്ന് മുയലിന് അറിയാമായിരുന്നു. അതിനാൽ ഓട്ടമധ്യേ ഒന്ന് മയങ്ങുവാൻ മുയൽ തീരുമാനിച്ചു. പക്ഷേ താൻ വേഗത കുറവുള്ളവൻ ആണെന്നറിയാമായിരുന്ന ആമ സ്വയം അച്ചടക്കവും ഇച്ഛാശക്തിയും കൊണ്ട് തന്റെ സർവ്വ കഴിവും പ്രയോഗിച്ച് മുന്നോട്ട് നീങ്ങുകയും മത്സരം വിജയിക്കുകയും ചെയ്തു. മുയലാകട്ടെ അച്ചടക്ക ബോധമില്ലാത്തതിനാൽ പാതി വഴിയിൽ തന്നെ പരാജിതനാവുകയും ചെയ്തു. ഓരോ വ്യക്തിയും ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ വളർത്തിക്കൊണ്ടു വരികയും തങ്ങളുടെ ലക്ഷ്യത്തെ കൃത്യതയോടെ മറികടക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മിതത്വം പാലിക്കുവാനും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും കോൺസെൻട്രേഷനും ഉള്ളവരായി തീരുവാനും സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളെ പ്രാപ്തരാക്കും. കൂടാതെ ബാഹ്യ സമ്മർദ്ദങ്ങളെ നേരിടുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഇത്തരം വ്യക്തികൾ സമയനിഷ്ഠയുള്ളവരും തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി കഠിന പ്രയത്നത്തിൽ ഏർപ്പെടുന്നവരും തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നവരുമായിരിക്കും. ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ പഠനകാലത്ത് തന്നെ അച്ചടക്കശീലം വളർത്തിക്കൊണ്ടുവരുവാൻ സ്വയമേവ ശ്രദ്ധിക്കുക തന്നെ വേണം. മത്സര പരീക്ഷകളിലെ വിജയത്തിനു വേണ്ടി മാത്രമല്ല, ജീവിതം എന്ന മത്സരത്തിലെ വിജയിയാകുവാൻ ഈ ശീലം നിങ്ങളെ തീർച്ചയായും തുണയ്ക്കും. പട്ടാള ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ട്രെയിനിങ് ടൈമിൽ അവരെ ശീലിപ്പിക്കുന്ന അച്ചടക്ക രീതികൾ ജീവിതകാലം മുഴുവൻ അവർ പിന്തുടരുകയും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്ന നല്ല മോഡലുകൾ ചുറ്റുമുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളാവാം, അധ്യാപകരാവാം, സുഹൃത്തുക്കളാവാം, സഹപാഠികളുമാവാം. നല്ല മാതൃകകളെ കണ്ടെത്തുകയും സെൽഫ് ഡിസിപ്ലിൻ അവരുടെ ജീവിതത്തിന് എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും പഠിക്കുക. സ്വയം ജീവിതത്തിൽ അനുവർത്തിക്കുക. നല്ലൊരു മാതൃക നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും അതുവഴി സ്വയം അച്ചടക്കശീലം വളർത്തുകയും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു.